കേരള രാഷ്ട്രീയത്തെ ഇപ്പോൾ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്നത് നായന്മാരാണ്. ഒരു വലിയൊരു സമുദായം അങ്ങ് രാഷ്ട്രീയം മുഴുവൻ അങ്ങ് കീഴടക്കിയിരിക്കുകയാണ്. എന്തുമാകാവുന്ന നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട് ഈ നായന്മാർക്ക്. പക്ഷെ അതിൻ്റെ കിടപ്പ് കണ്ടാലോ പരമദയനീയമാണ്. ചാക്കിനകത്ത് കെട്ടുകണക്കിന് വാങ്ങിക്കും. അതൊന്നും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നന്നാക്കി കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല. ശ്മശാന തുല്യമാണ്. തിരുവനന്തപുരം നഗര ഹൃദയത്തിൽ തന്നെ നായന്മാർക്ക് സുകുമാരൻ നായർ ഒരു ശ്മശാനം തീർത്തു കൊടുത്തിട്ടുണ്ട്. അതാണ് തിരുവനന്തപുരത്ത് കേശവദാസപുരത്ത്. പഴയ അതിൻ്റെ പേര് കച്ചറ്റ കോണം എന്നാണ്. അതാണ് പിന്നീട് കേശവദാസപുരമായത്. 1948 സ്ഥാപിതമായ മഹാത്മാഗാന്ധി കോളേജിന്റെ ഒരു കിടപ്പ് കണ്ടാലുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോയത്, അത് ശ്മശാനം തന്നെയാണ്. ഞാനും അവിടെ 1980കളിൽ പഠിച്ചവനാണ്. മോഹൻലാലിന്റെ കൂടെ പഠിച്ചതാണ്. മോഹൻലാൽ സീനിയർ ആയിരുന്നു. മോഹൻലാലിന്റെ സീനിയറോ? മോഹൻലാൽ സീനിയർ ആയിരുന്നു. മോഹൻലാൽ കോളേജ് ഏനാഥിനേക്കാൾ പ്രായമുണ്ട് മോഹൻലാലിന്. ഉണ്ട്. മോഹൻലാൽ കോളേജിൽ അങ്ങനെ വരത്തില്ല, വല്ലപ്പോഴും വരാറുള്ളൂ. വരുന്നത് കോളേജ് മുഴുവൻ അറിയും കേട്ടോ. ഒരു അന്നത്തെ കാലത്ത് 80കളിൽ ഒരു SD ബൈക്കുണ്ട്. ഈ SD ബൈക്ക് റേസ് ചെയ്ത് അന്ന് കേരളത്തിൽ അന്ന് എത്ര പേർക്കുണ്ട് ബൈക്ക്? വിരലുണ്ടാവുന്ന ആൾക്കാർ. ഒരു വില്ലനായിരുന്നു അപ്പൊ അല്ലേ? ഇവിടെ വരെ ബട്ടൺസ് ഒക്കെ തുറന്നിട്ട്, അന്നത്തെ കാലത്ത് പിന്നെ നമ്മളും അങ്ങനെ തന്നെയാണ്, ബട്ടൺസ് ഒക്കെ തുറന്നിട്ട്. ഇത് ഞാൻ മോഹൻലാലിനെ കുറ്റപ്പെടുത്തുക. അന്നത്തെ ആ ഫാഷൻ അതായിരുന്നു. മുടിയൊക്കെ ഇങ്ങനെ നീട്ടി വളർത്തി. പിന്നെ മോഹൻലാൽ കൊമേഴ്സ് ആയിരുന്നു. അപ്പൊ അങ്ങനെ കോളേജിൽ വരുന്നത് അറിയും കേട്ടോ. കോളേജിൽ വന്നിട്ട് ഈ ക്യാമ്പസിനകത്തൂടെ ഒരു 3-4 വട്ടം ഈ ബൈക്കൊക്കെ ഒന്ന് മാക്സിമം ഒന്ന് റേസ് ചെയ്ത് ബഹളം ഉണ്ടാക്കി, പിന്നെ അവിടെ കിടക്കുന്ന പട്ടിയെല്ലാം എറിഞ്ഞ് ഓടിച്ച്, എന്നിട്ട് ഇടയ്ക്ക് കണ്ടോ ഒന്ന് ക്ലാസ്സിലിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഇങ്ങനെ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിന്റെ അടുക്കൽ സ്പെൻസർ ജംഗ്ഷനിൽ ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ടായിരുന്നു. വലിയ കോഫി ഹൗസാണ്. നമ്മുടെ പ്രൊഫസർ M. കൃഷ്ണൻ നായർ ഒക്കെ വൈകുന്നേരം വന്നങ്ങനെ ഇരിക്കും, ഒരു ചായയും കുടിച്ച് ഒരു സിഗരറ്റോ കത്തിച്ച് അങ്ങനെ ഇരിക്കും. അത് കാണാൻ തന്നെ നമുക്കൊരു കൗതുകമായിരുന്നു. അപ്പൊ അവിടെ ഈ പ്രിയദർശൻ ഇവരെല്ലാരും കൂടെ വന്ന് അവിടെ ചെന്ന് വൈകിട്ട് വരെ പിന്നെ പോകും. അങ്ങനെ വല്ലപ്പോഴും ഒരിക്കൽ വരുന്ന വൺസ് ഇൻ എ ബ്ലൂ മൂൺ ആളായിരുന്നു മോഹൻലാൽ. ഇത് ഞാൻ വേറൊരു കാര്യം കൂടെ കേട്ടിട്ടുണ്ട് മോഹൻലാലിനെ പറ്റി. ഇപ്പം അതൊന്നും അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമമൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട. അദ്ദേഹത്തിന് ഫാൽക്കെ അവാർഡും കിട്ടി, ജീവിതത്തിൽ നേടാനുള്ള മുഴുവൻ നേടി. മഹാത്മാഗാന്ധി കോളേജിൻ്റെ അഭിമാനം തന്നെയാണ് അദ്ദേഹം. പക്ഷേ മഹാത്മാഗാന്ധി കോളേജൊന്നും ആദരിച്ചില്ല. പക്ഷെ ഞാൻ കേട്ട ഒരു കാര്യം, മക്കപ്പുഴ വാസുദേവൻ നായരെ പോലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള സംസാരം തന്നെ വിലക്കുന്ന പ്രിൻസിപ്പൽമാരുണ്ടായിരുന്ന ഒരു കോളേജായിരുന്നു അത്. മക്കപ്പുഴ അല്ല, എം പി മന്മഥന് അവിടുത്തെ ഒരു സ്റ്റാഫിനെ അവിടുന്ന് പറഞ്ഞു വിടുകയും ചെയ്തു. കാരണം ഒരു കവിത എഴുതി ബ്യൂററ്റ് പൊട്ടിയപ്പോൾ സഹായിക്കാൻ വന്ന പെൺകുട്ടിയെക്കുറിച്ച് P. ജവഹരക്കുറുപ്പ് എന്നും പറഞ്ഞൊരു കവിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ബ്യൂററ്റ് പൊട്ടിയതിൽ ഒരു പെൺകുട്ടി വന്നതിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തു. ആ കവിത എഴുത്തിൽ കുറച്ച് റൊമാൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത ആളാണ് MP മന്മഥൻ സാറുണ്ട്. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ ആൺപിള്ളാരും പെൺപിള്ളാരും തമ്മിൽ സംസാരിക്കാൻ അനുവദിക്കാറുമില്ലാത്ത ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ മോഹൻലാലിനെ കുറിച്ച് കേട്ടിട്ടുള്ള മറ്റൊരു കഥ എന്ന് പറയുന്നത്, ഒരിക്കൽ അദ്ദേഹം ബസ്സിൽ കയറി വന്നു. SD ബൈക്ക് മാറ്റി വീട്ടിൽ വെച്ചിട്ട്, ഇവിടെ എന്തോ അച്ഛൻ കൊടുത്തയക്കാഞ്ഞതാണോ വിശ്വനാഥൻ നായർ കൊടുത്തയക്കാഞ്ഞതാണോ എന്നറിയില്ല. അദ്ദേഹം ബസ്സിൽ വന്നു മനോരമ ആഴ്ചപ്പതിപ്പ്. അതിൽ ഡോക്ടറോട് ചോദിക്കാവുന്നൊരു പങ്ക്തി എന്നുണ്ട്, എങ്ങനെ സർക്കുലേഷൻ കൂട്ടാമെന്നുള്ളത് മനോരമയെ നമ്മളാരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതിലൊരു ചോദ്യം, ഒരു പെൺകുട്ടി എനിക്ക് പിന്നെ മെൻസസ് എന്നുള്ള മലയാളം വാക്ക് അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മലയാളം ആകുമ്പോഴേ അശ്ലീലമാകത്തുള്ളൂ, ഇംഗ്ലീഷ് ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അന്നും പറഞ്ഞെഴുതിയിരിക്കുന്നു. മോഹൻലാൽ ഇതിങ്ങനെ അങ്ങോട്ട് ചാരിയിരുന്നു. പെൺകുട്ടികളും കൂടെ ഉണ്ട്, കോളേജിലേക്ക് വരുന്ന പെൺകുട്ടികൾ. അവർ തമ്മിൽ സംസാരമില്ല, സമ്പർക്കമില്ല, ഒരുമിച്ച് നടക്കാറില്ല. ആ ഒരു കാലഘട്ടമാണ്, അതെന്ന് ഓർക്കണം. ഇന്നത്തെ പോലെ ഒരു സോഷ്യലൈസേഷൻ നടന്നിട്ടില്ലാത്ത കാലം. ആ കാലത്ത് ഈ പുള്ളിക്കാരൻ ഈ ആഴ്ചപ്പതിപ്പ് ഇങ്ങനെ മടിയിലോട്ട് എടുത്തിങ്ങനെ ഇങ്ങനെ SD-യിൽ ഇങ്ങനെ ചാരിക്കിടക്കുന്ന പോലെ കിടന്നും കൊണ്ട്, ഡോക്ടറെ എനിക്ക് ഇത് മെൻസസിൻ്റെ മലയാളവും കൂടെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് വല്ലാതെ വയറുവേദന എടുക്കുന്നു, ഇങ്ങനെയൊക്കെ വായിച്ചുകൊണ്ട് ആ പെൺകുട്ടികൾ മുഴുവൻ അയ്യെന്നായിപ്പോയി. ആൺകുട്ടികൾ മുഴുവൻ ഗുപ്തസ്മിതവുമായിട്ട് യാത്ര ചെയ്തു. ഇതിന് സമാനമായ ഒരു അനുഭവം ഞാൻ പറയട്ടെ.
മോഹൻലാൽ താമസിച്ചിരുന്ന പൂജപ്പുരയാണ്. ഉം. അപ്പൊ ഞാൻ തിരുമല മുകളല്ലേ പൂജപ്പുര കുറച്ചുകൂടെ അങ്ങോട്ട്. അപ്പൊ തിരുമലയിൽ നിന്ന് 4:30 ഒരു സ്റ്റുഡൻസ് ഓൺലി ബസ്. തിരിച്ചിങ്ങോട്ട് വരുന്ന സമയത്ത് കുറെ കഴിയുമ്പം കുട്ടികളൊക്കെ കുറെ ഒഴിഞ്ഞു, സീറ്റിംഗ് കപ്പാസിറ്റി മാത്രം കാണുക. അന്ന് ഞാൻ BA മലയാളംകാരനാണ്. കയ്യിൽ കലാകൗമുദിയൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. കലാകൗമുദി എന്നൊക്കെ പറഞ്ഞാൽ വലിയ സ്റ്റാൻഡേർഡ് ഉള്ളത്. സാഹിത്യ കലാകൗമുദി കയ്യിലിരുന്നാൽ നോക്കൂ ആരും, ഓ ഇവൻ ആരാണ്. അപ്പോൾ കലാകൗമുദിയൊക്കെ പിടിച്ചു. ഒരിക്കലും മോഹൻലാൽ എൻ്റെ സീറ്റിൻ്റെ അടുക്ക വന്നിരുന്നിട്ട് ഈ കലാകൗമുദി ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട്, ഇതെന്താ കലാകൗമുദിയോ, ഇതങ്ങോട്ട് എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ ഇതിന്റെ ലാസ്റ്റ് പേജിൽ നിങ്ങളുടെ വീട്ടിലൊരു ഡോക്ടർ എന്നും പറഞ്ഞൊരു പങ്ക്തിയുണ്ട്. നമ്മുടെ GG ഹോസ്പിറ്റൽ വേലായുധൻ അദ്ദേഹം എഴുതുകയാണ്. ഇതേ തരത്തിൽ പെൺകുട്ടിയുടെ ചോദ്യം ഉറക്കെ ഇരുന്ന് വായിച്ചു. ഉള്ളതാണ്, പൊതുവെ ഉള്ളതാണ്. എന്നിട്ട് അത് വളരെ ബസ്സിനകത്തുള്ളവർക്ക് മുഴുവൻ കേൾക്കാം. അന്ന് ഈ ആർത്തവം എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ നടുങ്ങി പോകുന്ന ഒരു കാലമാണെന്ന്. ഇത് ഉറക്കെ വായിക്കുന്ന പെൺകുട്ടികൾ ആകെപ്പാടെ നാണിച്ചൊക്കെ ഇരിക്കുന്നു. അതെ, ആ ഒരു ഇഫക്റ്റ് ആണ് പുള്ളി ഉദ്ദേശിച്ചത്. ആ ഇഫക്റ്റ് ഉണ്ടാക്കി. അതെ അതെ. പിന്നെ എനിക്ക് തോന്നുന്നത് എന്താ ഈ നമ്മൾ സംസാരിച്ചപ്പോൾ മോഹൻലാലിലേക്ക് ചുരുങ്ങി. നമ്മളിപ്പോ കോളേജിനെ കുറിച്ച് അത് ഞാൻ വേറെ കൂടെ പറയട്ടെ. ഈ 80കളിലാണ് മോഹൻലാൽ അവിടെ പഠിക്കുന്നത്. ഈ 80കളിലെ ബാച്ചിലെ കോമേഴ്സിൽ ഉള്ളവര് പിന്നെ ഇടയ്ക്ക് MG കോളേജിലെ പ്രിൻസിപ്പൽ ഇടയ്ക്ക് ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊരു പൂർവ്വ വിദ്യാർത്ഥി ഒന്ന് എല്ലാം കൂടെ ഒന്ന് കൂടണം. അപ്പൊ പ്രിൻസിപ്പൾ പറയാണ്, നിങ്ങളത് പിന്നെ പെരുന്നയിലെ പോപ്പിനോട് ചോദിക്കുക. പോയി പെരുന്നയിലെ പോപ്പെന്നല്ല പറഞ്ഞത്, പെരുന്നയിൽ പോയി അനുമതി വാങ്ങണമെന്ന് പറഞ്ഞു. ഇവിടെ കോളേജിനകത്തൊരു ഓൾഡ് സ്റ്റുഡൻസിന്റെ മീറ്റിംഗ് കൂട്ടുന്നതിന് പ്രിൻസിപ്പളിനല്ല അധികാരമുള്ളത്. നിങ്ങൾ പോയി 80കളിലെ ബാച്ച്. അപ്പൊ അതിനകത്ത് നമ്മുടെ ശബരിമലയുടെ മുൻ PRO ആയിരുന്ന മുരളി കോട്ടക്കകം ഒക്കെ ഉണ്ട്. മുരളി കോട്ടക്കകമാണ് ആ വിവരം എന്നോട് പറഞ്ഞത്. അപ്പൊ അവിടെ ചെന്നപ്പം പിന്നെ സുമാരൻ നായർ പറഞ്ഞു, നിങ്ങൾ എത്ര ബാച്ച് ഏതൊക്കെയാ? നിങ്ങളുടെ ബാച്ചിലല്ലേ മോഹൻലാൽ ഈ കോളേജിന് വേണ്ടി എന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അവിടെ തരാനൊന്നും പറ്റത്തില്ല എന്നും പറഞ്ഞ് അവരെ തിരിച്ചയച്ചു. ഇവര് പിന്നെ പുറത്താണ് കൂടിയത്. മോഹൻലാൽ എന്ത് ചെയ്യണം? ഇവർ ചാക്ക് കണക്കിന് പണം വാങ്ങിക്കുന്നുണ്ടല്ലോ. മോഹൻലാൽ എന്ത് ചെയ്യണം? അവിടെ കോളേജിന് എന്തെങ്കിലും സംഭാവന ചെയ്യണോ? അതോ സുമാരൻ നായരുടെ പ്രതിമ പടുത്ത് വയ്ക്കണോ? നാണമില്ല, ഒരു ഉളുപ്പുമില്ലെന്ന് ഈ നായന്മാർക്ക് ഒട്ടുമേ ഉളുപ്പില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഈ മോഹൻലാൽ നായരാ, എനിക്കൊന്ന് ചെവി പൂടയില്ല, അതുകൊണ്ടായിരിക്കും സുമാരൻ നായർ അംഗീകരിക്കാത്തതെന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പൊ അങ്ങനെ അത് പിന്നെ അത് പുറത്താണ് നടത്തിയത്. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ ഫാൽക്കെ അവാർഡ് പിന്നെ കിട്ടിയ മോഹൻലാല് ഇവാനിയസ് കോളേജിലായിരുന്നു പഠിച്ചിരുന്നതെങ്കിൽ ഇന്ന് ഇവാനിയസ് കോളേജ് അത് ഗംഭീരമായിട്ട് ആഘോഷിക്കുമായിരുന്നു. പിണറായി ആക്കിയതിനേക്കാൾ വലിയ ഇവന്റ് ആക്കിയത് മാറ്റിയതിനെ. ഇത് ഈ MG കോളേജിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയാണ് മാറിവാനിയസ് കോളേജ്. എന്താ അതിന്റെ പേര് കൊടുത്തിട്ടുണ്ട്? വിദ്യാനഗർ എന്നാണ്. അതിനകത്ത് CBSE സ്കൂൾ, ICSE സ്കൂള്, കേരള എഞ്ചിനീയറിംഗ് കോളേജ്, MBA കോളേജ്, കല്യാണമുണ്ടോ ഉണ്ട്, അതും ഉണ്ട്. ഈ പ്രേമിച്ച് പോയി കഴിഞ്ഞാൽ അവിടുന്ന് കല്യാണവും കഴിച്ചെങ്കിൽ ഇറങ്ങാം എന്നുള്ള രീതിയിലായിരിക്കും. പള്ളിയും കാണും, ചിലപ്പോൾ നഴ്സറിയും വേണ്ടി വരും. അത് അങ്ങോട്ട് നോക്കിയാലുണ്ടല്ലോ, പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്കൊരു സർവകലാശാലയുടെ ഒരു ടൗൺ, സർവകലാശാലയല്ല, ടൗൺഷിപ്പിന്റെ ലുക്കാണത്. അത് എങ്ങനെ കിടന്ന സ്ഥലമാക്കുന്ന ആ കുന്നിനെ കുറിച്ച് ഈ പ്രാവശ്യം തന്നെ കലാകൗമുദിയിൽ ഒരു ലേഖനം ഉണ്ടായിരുന്നു. ഈ നായന്മാരെന്ന് പറയുന്നവരുണ്ടല്ലോ, കണ്ടു പഠിക്കണം, പോയി എങ്ങനെ നടത്തണം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ളത്. ഇവിടെ ഇരുന്ന് ചുമ്മാ ഇരുന്ന് പിണറായിയുടെയും VD സതീഷിന്റെയും ഒക്കെ നെഞ്ചത്ത് കയറി അവർ വന്ന് എൻ്റെ പാദം തൊട്ട് എഴുതി കാല് നക്കട്ടെന്നും പറഞ്ഞിരിക്കുകയാണ്. അത് നായന്മാരത് ചെയ്തോളും. ആരെയാ ജയിപ്പിക്കണമെന്ന് അവർക്കറിയാം. അല്ലാതെ അവിടെ നിന്ന് വേറൊരു നേതാവ് പറയുന്ന പോലെ അവർ കേൾക്കുകയല്ല. നേതാവിൻ്റെ വിധേയന്മാരായിട്ടിരിക്കില്ല അവർ എന്നുള്ളത് വളരെ സ്പഷ്ടമായിട്ടുള്ള കാര്യമാണ്. ഈ കോൺഗ്രസ്സുകാർ ഇങ്ങനെ വരുന്നതിൻ്റെ നടകയറി ഇറങ്ങ് പിന്നെ അതിമാനുഷിക ഭാവങ്ങളൊന്നും അവിടുത്തെ നേതാക്കന്മാർ കൊടുക്കേണ്ട കാര്യമില്ല. അവർ പറയുന്നതനുസരിച്ചല്ല വോട്ടിംഗ് നടക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പിലും. അത് സംശയമൊന്നുമില്ല. പെരുന്നയിലെ അദ്ദേഹം പറയുന്നത് കൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യും എന്നുള്ള സ്ഥിതിയൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഈ MG കോളേജിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗാന്ധിജിയുടെ പേരിൽ സ്ഥാപിച്ച കോളേജാണ്. ആ കോളേജിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന മറ്റൊരു കോളേജിനും ഇല്ലാത്ത അഭിമാനമാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 1 രൂപ മാത്രം ശമ്പളം വാങ്ങിച്ചുകൊണ്ട് പ്രസിഡൻ്റായിട്ടിരുന്ന ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ നമ്മുടെ ഭരണഘടനാ ശില്പികളിൽ ഒരായിരുന്ന ഈ രാജേന്ദ്ര പ്രസാദിനെ ഉണ്ടല്ലോ, ആദ്യമായിട്ട് രാഷ്ട്രപതി ഭവനിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ ചെല്ലുമ്പോൾ ഈ മനുഷ്യനെ അവിടെ നിന്ന് ധാരപാലകന്മാർ പിടിച്ചു മാറ്റി. ഇവിടെ സത്യപ്രതിജ്ഞ നടക്കാൻ പോവുക. ഞാൻ ഇപ്പോൾ പുള്ളി ഇങ്ങനെ സൗമ്യനായിട്ട് നിന്നുകൊണ്ട് ചോദിച്ചു, കട്ട മീശയൊക്കെ ഉള്ള ആളാണ്, തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു പാളത്താറ് കൊടുത്തുകൊണ്ട്
നിങ്ങൾ ആരെയാ സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ പോകും? രാജേന്ദ്ര പ്രസാദ് സാർ ഇപ്പോൾ വരും, അദ്ദേഹത്തിന് അതിനുവേണ്ടി ഞങ്ങൾ കാവലേ. എടോ, നിങ്ങളെ അന്വേഷിച്ചിരിക്കുന്ന ആ രാജേന്ദ്ര പ്രസാദാണ് ഞാൻ എന്ന് പറഞ്ഞ് രാഷ്ട്രഭവനിലേക്ക് പോയിട്ട് ലാളിത്യത്തിൻ്റെ മൂർത്തി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അങ്ങനെ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്താൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയും അന്ന് അത് സംസാരിച്ചതിൽ ഒരാൾ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ വളരെ വിഖ്യാതനായിട്ടുള്ള ഡിപ്ലോമാറ്റായിട്ടിരുന്ന KPS മേനോനാണ്. ജൂനിയർ അല്ല, സീനിയർ. ആ സീനിയർ അന്ന് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ കറ്റച്ചക്കോണമെന്ന് പറയുന്ന സ്ഥലത്തെ നിങ്ങൾ കേശവദാസപുരമാറ്റി. കേശവദാസൻ എന്ന് പറയുന്ന ഒരു വലിയ നായരാണ്. ഒരു പിന്നെ ദിവാനായിട്ടിരുന്ന കേരളത്തിൽ ഒരുപാട് കേരളത്തിലുടനീളം ഒരുപാട് പരിഷ്കാരങ്ങളുണ്ടെന്ന് നല്ലൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഭരണാധികാരിയായിരുന്നു. ആ മനുഷ്യൻ്റെ പേരാണ്. അത് കേശവദാസപുരം തന്നെ ആയിരിക്കണം. നിങ്ങളിതൊരു KD പുരം ആക്കി മാറ്റരുത്. കേടിപുരം എന്നുള്ള എളുപ്പത്തിന് വേണ്ടി പറയാൻ വേണ്ടി അങ്ങനെ ഉപയോഗിക്കരുത്. ഇപ്പം അങ്ങനെ ആക്കിയല്ലോ. മഹാത്മാഗാന്ധിയെ നമ്മൾ MG ആക്കിയില്ലേ? മഹാത്മാഗാന്ധി എന്നല്ലല്ലോ പറയുന്നത്. അങ്ങനെ പക്ഷെ ഒരു കാര്യമുണ്ട് വിജയനാഥൻ, നമ്മൾ കാണേണ്ട കാര്യം SH റോഡിലെ ഏതെങ്കിലും ഒരു സ്ഥാപനം ഈ മഹാത്മാഗാന്ധി കോളേജ് കൊടുത്തത്രയും സ്ഥലം, തിരുവനന്തപുരത്ത് സ്ഥലത്തിന് എത്ര വിലയുള്ള ഏറ്റവും വലിയ ബൂമുണ്ടായ സമയത്ത് റോഡിന് വേണ്ടി ഈ കോളേജ് അതിൻ്റെ ഏതാണ്ട് 1 ഏക്കറോളം സ്ഥലം വരും ഒരൊറ്റ റോഡിനോടനുബന്ധിച്ച്. വേറെ ഒരു സ്ഥാപനവും അങ്ങനെ ചെയ്തിട്ടില്ല. അത്രയും ഒരു ത്യാഗം ചെയ്ത സ്ഥാപനമാണത്. പിന്നെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ അവർ നോക്കാറില്ല. അത് മുഴുവൻ കൊട്ടിച്ചോറ. ഈ പറഞ്ഞ പോലെ മോഹൻലാലിനെ പോലെ വേറെ ആരൊക്കെ പ്രിയദർശനെ പോലെയുള്ള വലിയ പ്രമുഖരായിട്ടുള്ള ആൾക്കാരുടെ ഭൂമിയാണത്, തട്ടകം. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാൻ വിജയനാഥേ, ഇനിയിപ്പോൾ ഇദ്ദേഹം MG കോളേജിലല്ല, മാർഗന്യൂസ് കോളേജിലാണ് പഠിച്ചിരുന്നതെങ്കിൽ ഇദ്ദേഹം ഒരു IAS-കാരനോ അല്ലെങ്കിൽ ഒരു വലിയ പിന്നെ അന്തർദേശീയ തലത്തിൽ പ്രസിദ്ധനായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് വിദഗ്ധനുമായിട്ട് മാറിയനെയും അദ്ദേഹം ഒരിക്കലും ഒരു സിനിമാ നടനാവുമായിരുന്നില്ല. ആ സിനിമാ നടനാവുവാനുള്ള സ്വാതന്ത്ര്യം താങ്കൾ ഈ പറഞ്ഞ മാർഗന്യൂസിൻ്റെ ക്യാമ്പസിൽ കിട്ടുമായിരുന്നില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അവിടെ അച്ചടക്കമാണ്, അച്ഛന്മാരാണ് ഭരിക്കുന്നത്. അല്ല, അവിടെ നല്ല നടന്മാരുണ്ടായിട്ടുണ്ട് കേട്ടോ. വയലാ വാസുദേവപിള്ള സാർ അവിടുത്തെ അധ്യാപകനായിരുന്നു. നാടകം പഠിപ്പിക്കുന്ന അധ്യാപകനായിരുന്നു. അവിടെ ഒരുപാട് പേര് നാടകക്കാർ. വയലാ വാസുദേവപിള്ള സാറിന് ഒരിക്കലും ഒരു ഫാൽക്കെ അവാർഡ് കിട്ടിയിട്ടില്ല, കിട്ടാനും പോകുന്നില്ല. അവിടെയാണ് വ്യത്യാസം. അല്ല, ഇനി ഇതിനകത്ത് ഈ ജഗതി ശ്രീകുമാറൊക്കെ MG കോളേജിൽ ഇവാനിയസിലാണ് പഠിച്ചത്. അവർ ഈയിടയ്ക്കും അതിന്റെ വാർഷികാഘോഷ പരിപാടിയിലൊക്കെ ജഗതി അവിടെ വിളിച്ച് ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് അവര് വളരെ ഹൈലൈറ്റ് ചെയ്യുകയാണ്, ഇവിടെയാണ് പഠിച്ചത് എന്നുള്ളത്. ഈ സുകുമാരൻ നായർക്ക് ഇതും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ MG കോളേജിന്. മോഹൻലാൽ പഠിച്ച ഇടമാണ്, ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള തരത്തിൽ. എന്ന് മാത്രമല്ലല്ലോ വിജയനാഥ്, അവർ ഈ മന്നത്തിൻ്റെ കാലത്ത് മന്നം ഷുഗർ മില്ലുള്ള ഫാക്ടറികൾ, ധാരാളം എസ്റ്റേറ്റുകൾ, സ്കൂളുകൾ, കോളേജുകൾ, കേരളത്തിലുടനീളം ഏറ്റവും വാസ്തുശില്പ ഭംഗിയുള്ള കോളേജ് അതുകൊണ്ടൊന്നാണ് MG കോളേജ്. അവരുടേതാണ്. അവർ സംഭാവന മന്നത്തിൻ്റെ കാലത്ത് സംഭാവന ചെയ്തു. അതിനുശേഷം അതിനുശേഷം ഒറ്റ കോളേജ് എടുത്തിട്ടില്ല. ലോ കോളേജ് ഒരെണ്ണം എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ പിന്നെ പുതുതായിട്ട് ഒന്നും എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു നായന്മാരുടെ ശ്മശാനമാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ ശ്മശാനം എന്ന് കയറി അതിനെ വിളിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ ശ്മശാനം കൊണ്ടുപോയി കേസ് കൊടുക്കും. തിരുവനന്തപുരത്തെ ശ്മശാനം എന്ന് പറഞ്ഞ ശാന്തി കവാടം എന്നാണ് പേരും. അത് നല്ല വൃത്തിയായിട്ട് കിടക്കുകയാണ്. OMV കുറിപ്പാണ് ആ ശാന്തി കവാടം എന്നുള്ള പേര് തന്നെ ഇട്ടത്. അപ്പൊ അതിനെ തന്നെ പരിഹസിക്കുന്ന രീതിയിലായി പോയി ഇപ്പൊ MG കോളേജിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും പിന്നെ വിജയനാഥിന്റെ വിമർശനം നന്നാവാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നായന്മാര് നന്നാകത്തില്ല. മാനേജ്മെന്റിന്റെ കാര്യത്തിൽ അവർ മോശം. പക്ഷേ ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ അവർ പുതുതായിട്ട് തുടങ്ങി, മന്നത്തിന് ശേഷം തുടങ്ങിയ പുതിയ ചിന്തയിൽ നിന്നുണ്ട് പത്മ കഫേ. കേരളത്തിലെമ്പാടും യാത്ര പോകുന്ന ആൾക്കാർക്ക് വളരെ സഹായപ്രദമാണത്. ഒരിക്കൽ ഉപയോഗിച്ച എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിച്ച് നമ്മളെ ക്യാൻസറിന് അടിമയാക്കുന്ന പാചകശാലകളിൽ നിന്നും ഹോട്ടൽ ശൃംഖലകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരിക്കൽ ഉപയോഗിച്ച എണ്ണ കളഞ്ഞിട്ട് പുതിയ എണ്ണയിൽ പുതിയ സാധനങ്ങൾ നമുക്ക് വിശ്വസിച്ച് കഴിക്കാവുന്ന ഒരു ചെയിനായിട്ട് കേരളത്തിലുടനീളം നമുക്ക് വണ്ടി നിർത്തിയിട്ട് ആഹാരം കഴിച്ചു പോകാൻ പറ്റുന്ന മോട്ടലുകളുടെ ശൃംഖലയായിട്ട് അത് മാറിയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ അവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് കൊള്ളാം എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച്. അല്ല, ഞാനിപ്പോൾ ഒരു കാര്യം കൂടെ പറയാം. അതായത് എനിക്ക് തോന്നുന്നു കുഞ്ചൻ നമ്പ്യാർ ഇപ്പോൾ വേണമായിരുന്നു തോന്നുന്നു. എങ്കിൽ ഈ നായന്മാരെ എല്ലാം വലിച്ചു കീറിയാൻ ഏറ്റവും കൂടുതലായിട്ട് പണ്ടേ നായന്മാരെ വിമർശിച്ചിട്ടുള്ളത് നമ്പ്യാരാണ്. അതാണ് എനിക്ക് ഈ നായന്മാരെ പറ്റി ഇത്തിരി പറയാനൊരു. നായന്മാരോട് ഇത്ര ദേഷ്യം നായരായതുകൊണ്ടാണോ ദേഷ്യം? ഞാൻ പിള്ളയാണ് കേട്ടോ.
വിജയനാഥ ഞാനും പിള്ളയാണ് പിള്ളയാണ്. അതെ. വേറൊരു പിള്ളയുണ്ട് പിന്നെ തമിഴ്നാടുമായിട്ട്. വേണ്ട, നമുക്ക് ജാതി പറയുന്നില്ല, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി. ഏത് പിള്ളയായാലും പിള്ളമാരെല്ലാം തന്നെ പിന്നെ കരയോഗാംഗങ്ങളാണ്. ഏതായാലും 8 വീട്ട് പിള്ളവല്ല. അപ്പൊ പിന്നെ നായന്മാരുടെ കോളേജ് നന്നാകുന്നുണ്ടെങ്കിൽ നന്നാകട്ടെ, പറയാനുള്ളത് നമ്മൾ പറഞ്ഞിരിക്കുന്നു. അതെ, ഓക്കെ, പറയണം, പറഞ്ഞ് നന്നായി വിമർശനം ഉൾക്കൊള്ളണം. വിമർശനം ഉൾക്കൊണ്ടിൽ മാത്രമേ ഏത് പ്രസ്ഥാനവും വിജയിക്കാൻ സാധ്യതയുള്ളൂ. അത് നല്ല രീതിയിൽ ഉൾക്കൊള്ളുക. എന്തായാലും വിജയനാഥ് പറഞ്ഞത് ഒക്കെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ചില പോസിറ്റീവ് സൈഡുകളുണ്ട്, അത് ഞാനും പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.